നമസ്കാരം. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് തരിക, ഇല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറയാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആദ്യമായിട്ട് വളരെ താഴ്മയായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ദയവായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദിവസമാണ് അത്. പ്രിയപ്പെട്ടവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് കരുതി അതിനുവേണ്ടി മാത്രമാണ് വന്നത്. പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണെങ്കിൽ ചെയ്യുക കേട്ടോ. ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു ലൈവിന് വേണ്ടി വന്നത്. നിങ്ങൾ എത്ര പേർ അറിഞ്ഞെന്നറിയില്ല, മിഥു എന്ന് പറയുന്ന 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത റൂമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. മിഥുവിനെ എത്ര പേർക്കറിയാം? മിഥു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തേപ്പ് കഥയാണ്. തേപ്പ് കഥയൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ്റെ മുറിയിലിരുന്ന് പറയുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. മിഥു അറിയപ്പെടുന്ന ഒരു നാഷണൽ താരമാണ്. അതായത് ബോൾ ബാഡ്മിൻ്റണിൽ നാഷണൽ ലെവൽ വരെ മത്സരിച്ച ഒരാളാണ് മിഥു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. കുഞ്ഞനിത, അത്യാവശ്യം വീട്ടിൽ മോളും മോനുമാണ്. മിഥുവിൻ്റെ അനിയത്തിയുണ്ട്. അനിയത്തിയും നല്ല രീതിയിൽ പഠിക്കുന്ന, അച്ഛൻ മെഡിക്കൽ സ്റ്റോറിന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയെല്ലാം ഉള്ള മിഥുവിൻ്റെ വീടാണ് കേട്ടോ. മിഥുവിൻ ആത്മഹത്യ ചെയ്ത റൂമാണ് ഇവിടെ ഇരിക്കുന്നത്. മിഥു 5 വർഷമുണ്ട് സ്നേഹിക്കുന്നു. 5 വർഷം ആയപ്പോഴത്തേനും ഒരു ദിവസം പെട്ടെന്ന് അവനെ ഒഴിവാക്കിയിട്ട് പോകുന്നു. വോയിസ് ഉണ്ടോ കയ്യിൽ? വോയിസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് പോകുന്നു. പെട്ടെന്ന് ഇവൻ ആത്മാർത്ഥ ഇവനെ ഉള്ള നോക്കിയത് ഇവർക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുന്നത്, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നതും അവൻ്റെ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം ഇവൻ തന്നെയാണ് മിഥു. നിങ്ങൾ കേൾക്കുന്നവരവർക്കും ഇവരൊരു മണ്ടനാണെന്ന്. പക്ഷേ സ്നേഹം കൊണ്ട് മണ്ടനായി പോകുന്ന ചില ആൺകുട്ടികളും ഉള്ള നാടാണെന്ന്. ഒരുപാട് ഇഷ്ടം. സ്നേഹം കൊണ്ട് ചില അവസ്ഥ നമ്മൾ തോറ്റുപോകുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രം ശരിയും ആൺകുട്ടികൾ എല്ലാം മോശക്കാരാവുന്ന ഒരവസ്ഥ. പക്ഷേ ഇങ്ങനെയുള്ള ആൺകുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്ന് വളരെ അത്ഭുതമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മിഥു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ പെണ്ണാണ്. ഈ പെണ്ണ് കാരണമാണ് ഇതിന് തൊട്ടടുത്താണ് കേട്ടോ മറ്റേ രേഷ്മയുടെ വീട്, ഗ്രീഷ്മ, മറ്റേ ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്ത ഗ്രീഷ്മയുടെ വീടും ഇവൻ്റെ തൊട്ടടുത്താണ്. ഈ പയ്യൻ മരിച്ചിട്ട് ഇപ്പോൾ 10 ദിവസം 12 ദിവസം അടുത്തായി. ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. കാരണം ഈ സമയത്ത് ഒരു പെണ്ണാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ അടുത്ത ദിവസം റിമാൻഡിലാണ് ഈ പയ്യൻ. പക്ഷെ ഒരു പെണ്ണായതിൻ്റെ പേരിൽ ഇവരിത് കേസെടുത്തിട്ടില്ല. അത്രയും വളരെ മോശപ്പെട്ടൊരവസ്ഥ. അത്രയും ജെനുവിനായിട്ടൊരു പയ്യൻ. അവൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞെന്നാൽ സ്പോർട്സായിരുന്നു, മരിച്ചു കഴിഞ്ഞെന്നാൽ ഇവൻ്റെ വണ്ടി വിറ്റിട്ട് അതിലൊരു ഭാഗം പെങ്ങൾക്ക്, ആ പൈസ കിട്ടുന്ന പെങ്ങൾക്ക് സ്വർണം മേടിച്ചു കൊടുക്കണം. ഇവൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം നാട്ടിലെ പഠിക്കുന്ന സ്പോർട്സിൽ താല്പര്യമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലബ്ബുണ്ട്, ആ ക്ലബിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളാണ് മിഥു എന്ന് പറയുന്ന പയ്യൻ. ഒരുപാട് കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ അതൊന്നും ഇതുവരെ അവരാരും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന റൂമാണ് കേട്ടോ. ഇവിടെയാണ് അവൻ, ഇതുണ്ടോ ഈ ഫാനിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെയാണ് അവൻ ഹാങ് ചെയ്ത് മരിച്ചത്. അവൻ്റെ മുറിയാണിത്. ഇതുണ്ടോ, ഇത് മിഥുവിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്, അച്ഛൻ്റെ ഫോട്ടോ. അവൻ്റെ ചെറിയൊരു റൂം നമുക്കറിയാം. ഇതുണ്ടോ, ഇവന് ഈ ഒരു ഈ ബാറ്റ് കൊണ്ടായിരുന്നു അവൻ്റെ ജീവിതം. ഇത് കെട്ടിക്കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ബാറ്റ് കെട്ടിക്കൊടുക്കും. ആ കെട്ടിക്കൊടുക്കുന്ന ബാറ്റ് കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവൻ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതായത് സ്പോർട്സിൽ താല്പര്യരായ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതവൻ്റെ റൂം. ഈ മുറി മുഴുവൻ, ഇതിനകത്ത് മുഴുവൻ ജേഴ്സിയാണ് ഇരിക്കുന്നത്. കാരണം ഇതവൻ്റെ തൊപ്പി ഉണ്ടോ, നിങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പോഴും ഇവൻ്റെ വേർപ്പിൻ്റെ മണം ഇതൊന്നും വിട്ടുപോയിട്ടില്ല. ഇത് ധനുവച്ചുപുരം, ഇത് മിഥുവിൻ്റെ ഇതുണ്ടോ, ഇതെല്ലാം മിഥുവിൻ്റെ ജേഴ്സിയാണ്. ഇതെല്ലാം നിങ്ങളെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഈ മരിച്ച മിഥുവിൻ്റെ ഈ ജേഴ്സിക്ക് ഒക്കെയും അവൻ്റെ മണമാണ്. ഈ മുറി കയറി കഴിഞ്ഞാൽ അവൻ്റെ മണമാണ്. എനിക്കിതെങ്ങനെയാണ് നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ തകർന്നു പോകുന്നൊരവസ്ഥ. എൻ്റെ അച്ഛനെ അമ്മയും കണ്ട് അത്രയും നല്ലൊരു പയ്യൻ.
അപ്പം എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഫോണിൽ ചെയ്യാൻ പറ്റുക എന്ന് നമുക്കറിയില്ല. അത്രയും ചെല്ല് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനിങ്ങനെയൊരു ലൈവ് വരാനുള്ള കാരണം പോലും എനിക്കെന്ത് പറയണമെന്നറിയില്ല. ദയവായിട്ട് നിങ്ങൾ ഒരു പെണ്ണിനെ അമിതമായി വിശ്വസിക്കരുത് കേട്ടോ. പെൺകുട്ടികളാണ് ആണുങ്ങളാണെങ്കിലും അമിതമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവസാനം കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവാണ് കണ്ടല്ലോ. ചിലരൊക്കെ ആത്മഹത്യ ചെയ്യും, ചിലരൊക്കെ മനസ്സിൽ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കും. ഈ പയ്യൻ മരണപ്പെട്ടു. നിങ്ങൾ തീർച്ചയായിട്ടും മിഥുവിൻ്റെ വാർത്തകൾ നിങ്ങളുടെ പേജുകളിൽ ഷെയർ ചെയ്യണം. മിഥു എന്ന് പറയുന്നൊരു പയ്യൻ, കാരണം നമ്മുടെ ഇന്ത്യ അറിയേണ്ട ഒരു പയ്യനായിരുന്നു. ആ മോൻ മരിച്ചുപോയി. നമ്മൾ വളരെ സെൻറ്റിയായി പോകുന്നുണ്ട് ചില നേരങ്ങളിൽ. എല്ലാത്തിനും എനിക്കൊക്കെ വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു, നമ്മൾ വലിയ സംഭവമാണ്. പക്ഷേ ഈ പയ്യനെയൊക്കെ ഓർക്കുമ്പോൾ അവൻ ഉള്ളതെല്ലാം അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സ്പോർട്സ് താല്പര്യമായിട്ടുള്ള എത്ര കുട്ടികൾ അവൻ പഠിപ്പിക്കുന്നുണ്ടെന്നറിയോ. അവൻ്റെ ഇവിടെ ഒരു ഫയൽ ഇരിപ്പുണ്ട്. ആ ഫയലിനകത്ത് ഈ പെണ്ണിൻ്റെ ഫോട്ടോ അവൻ്റെ അച്ഛൻ്റെയും അമ്മയും പെങ്ങളുടെയും കൂടെ തന്നെ ഈ പെണ്ണിൻ്റെ ഫോട്ടോയും വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവൾ ആദ്യമായിട്ട് കൊടുത്ത മിഠായി കടലാസ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ പറയും മണ്ടനാന്ന്, പക്ഷെ അവൻ മണ്ടനല്ല. ട്രൂ ടി വിയിൽ ഇങ്ങനെയൊക്കെ ഒരു ലൈവ് വരാനൊക്കെ നിങ്ങൾ ഓർക്കും ഇതെന്താ ഇയാളെന്ന് വന്നിട്ട് എന്തായി പറയുന്നത്, ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദയവായിട്ട് നമുക്ക് പേരൻസ് തന്നെ വലുത്. എവിടെ നമ്മൾ ചെന്നാലും കഴിഞ്ഞാലും ഇപ്പോൾ എന്ത് പ്രേമം ഉണ്ടെങ്കിലും നമ്മൾ അവസാനം ചെന്നെത്തേണ്ടത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്താണ്. ഇവൻ പോയതുകൊണ്ട് ആകെ നഷ്ടപ്പെടുന്ന ആ പെണ്ണിനൊരു നഷ്ടമില്ല. ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. ആ അമ്മയുടെയൊക്കെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല, അത്രയ്ക്കും വയ്യ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എത്ര കാലമുണ്ട് നമ്മുടെ ജീവിതമൊക്കെ. കുറേയൊക്കെ നന്മ ചെയ്തിട്ടേ. ഗാധു എന്നാണ് വിളിക്കുന്നത്, ഗാധു. വേറെ എന്തോ പേരാ, ഗാധു. മിഥുവിൻ്റെ ഗാധു എന്നാണ് വിളിക്കുന്നത്. ഗാധു ഇതൊരു തോൽവിയല്ലേ. ഇതല്ലേ കിടക്കുന്ന ജേഴ്സി, അവൻ്റെ തോർത്ത്. എവിടെയല്ലേ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്? ഇതുണ്ടോ? ഇതെല്ലാം സർട്ടിഫിക്കറ്റാണ്. അവൻ്റെ പേഴ്സ് ഫുള്ള് സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം അവന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ്. ക്യാമറ വേറെ എന്നാ ഉള്ളേ? ജേഴ്സി, ഫുള്ള് ജേഴ്സി അല്ലേ? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കണ്ടായിരുന്നോ അവനെ? കണ്ടായിരുന്നോ? എന്നാ കണ്ടേ? എന്നിട്ട് NSSൻ്റെ അല്ലേ? അന്നേരം ഭയങ്കര ഹാപ്പി ആയിരുന്നോ? പുള്ളി ഭയങ്കര വിഷമമായിരുന്നു അല്ലേ? പുള്ളി വിഷമം അങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. ക്യാമ്പസിലായിരുന്നാലും എന്ത് കാര്യത്തിനാലും എന്തിനും ഏതിനും അങ്ങേ അപ്പുറം കടിച്ചുള്ള ആളാണ്. എന്തിനും ഏതിനും ഫ്രണ്ട്സിന് ഒരു ആവശ്യം വന്നാൽ ഫ്രണ്ട് നീക്കും. ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 100% കിട്ടാൻ വേണ്ടി അതിന് 100%ഓളം ആത്മാർത്ഥത നിൽക്കുന്ന ഒരാൾ. എന്തിനാണ് അവൻ മരിച്ചേ? പുള്ളിക്കാരന് ആത്മാർത്ഥത കൂടിപ്പോയി, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആത്മാർത്ഥത കൂടി ഇങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. സ്നേഹിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാലും അവൻ അവസാനം എഴുതി ലെറ്റർ എഴുതിയപ്പം ഗാധുവിനൊന്നും വരുത്തരുതെന്നല്ലേ വരുത്തരുതെന്നാണ് പറഞ്ഞത്. അത് അവിടെയും ആത്മാർത്ഥമായ സ്നേഹം അതിലും നമുക്ക് കാണണം. ശരിക്കും ഊറ്റി കുടിക്കുമായിരുന്നു അവനെ. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മ പോയി പറഞ്ഞിട്ട് പോലും അമ്മ പോയി കാല് പിടിച്ചല്ലേ? കാല് പിടിച്ച് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മ എന്താ മക്കളെ പറഞ്ഞേ? അമ്മ പറഞ്ഞു ശരി നിനക്ക് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അവിടെ കുഴപ്പമില്ല, പക്ഷേ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സമാധാനത്തിൽ സംസാരിക്കുക എന്നാണ് അമ്മ പോയി പറഞ്ഞത്. ബാക്കി അമ്മ പോയി റിലീവ് ചെയ്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ അതിനും തയ്യാറായിട്ടില്ല. അപ്പോഴും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു പോയി ചാവ്, നീ ചത്താലും ഒന്നുമില്ല. ആ ഒരൊറ്റ ടോക്കാണ്, ആ ഒരൊറ്റ മൊമെൻറ്റിലാണ് പുള്ളിക്കാരന് ഈ ഒരു ചിന്താഗതിയിലോട്ട് എത്തിച്ചത്. നീ പോയി ചാവിട. അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളത്. ആ ഒരൊറ്റ ടോക്കിൽ, ആ ഒരൊറ്റ മൊമെൻറ്റിലാണ് പുള്ളിക്കാരന് ഈ ചിന്താഗതിയിലോട്ട് എത്താൻ കൂടുതലും എത്തിച്ചത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പേര് അതായത് പേരൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. കാരണം എന്താല്ലേ മക്കളോട് പറയണ്ടേ? അവരൊക്കെ വലിയൊരായി പോയില്ലേ? പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും ആരോടും ഇങ്ങനെ ചെയ്യരുത്. ആൺകുട്ടികളായും ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഒരു ആണിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരുമില്ല സഹായിക്കാൻ.
വിങ്ങിപ്പൊട്ടി അവൻ മരിച്ചത്. ആ പെണ്ണ് അവനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ പോയി ചാവാനാ പറഞ്ഞു. എന്തായാലും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. കാരണം പല തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്ന ആളല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത്. ഈ മോൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷം, കൂടുതലൊന്നും പറയുന്നില്ല. ഉണ്ടാകുക. കാരണം ഞാനോ നിങ്ങളോ ഒന്നും നമ്മളാരും ശരിയല്ല. നമുക്ക് നമ്മുടെ ശരികേടുകളൊക്കെ മാറ്റിവെച്ച് ഇനി ഒരുപാട് ശരിയാവാം. മിഥു എന്ന പെൺകുട്ടിയെ എന്താ പറയുക, നല്ലതേ വരത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വിലയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. നമ്മളൊന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളല്ല. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ദൈവങ്ങൾ കേൾക്കും. ആ പെൺകുട്ടി മനസ്സ് മാറി ഇനിയുള്ള കാലം ഇവനെ ഓർത്ത് നീറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. സന്തോഷം, സ്നേഹം.